Welcome to RK's Stories. വില്വാദ്രി ഭാഗം 26. ഇന്ന് ശിവയില്ലേ? പിറ്റേന്ന് കാലത്തെ ഓഫീസിലേക്ക് പോകുവാനായിട്ട് ഔട്ട് ഹൗസിന് മുന്നിൽ കാത്തു നിൽക്കുന്നതിനിടയിൽ മുന്നിൽ വന്നു നിന്ന വണ്ടിയിൽ ശിവയെ കാണാതിരുന്നത് കൊണ്ട് വിജയ് ഡ്രൈവറോട് ചോദിച്ചു. ഇന്ന് മാഡം ലീവാണെന്നാ പറഞ്ഞത്. ഡ്രൈവറുടെ മറുപടി കേട്ട് വിജയ് എന്തോ ആലോചിച്ചു. അമലേ, നീ ഓഫീസിലേക്ക് വിട്ടോ, ഞാനേ ശിവയെയും കൂട്ടി ആ ചാക്കോയെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഞാൻ വരണ്ടേ? അത് കൊള്ളാലോ, അതന്നെ ഒരു പുതിയ പരിപാടി. അമൽ സംശയത്തോടെ വിജയനെ നോക്കി ചോദിച്ചു. പറയാം, നീ ചെല്ല്. സംശയിച്ചു നിന്ന അമലിനെ ഉന്തിത്തള്ളി വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് വിജയ് ബംഗ്ലാവിന് നേർക്ക് നടന്നു. ബംഗ്ലാവിന് മുന്നിൽ ചെടികൾ നനച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ഭാസ്കരൻ ചേട്ടൻ വിജയിനെ കണ്ട് ഹോസ് താഴെയിട്ടിട്ട് അടുത്തേക്ക് വന്നു. എന്താ കുഞ്ഞേ? ഗുഡ് മോർണിംഗ് ചേട്ടാ, ഇന്ന് ശിവയെ കണ്ടില്ല, എന്താ കാര്യം ഒന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചു. ശിവ കുഞ്ഞിനെ ഇന്നും നല്ല സുഖമില്ല, ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. ഓ, എന്നിട്ട് ആളെവിടെ? രണ്ടുപേരും കൂടി അകത്ത് ചായയും കുടിച്ചോണ്ട് ഇരിപ്പുണ്ട്. ശരി ചേട്ടാ, ഞാനൊന്ന് കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് അവൻ വരാന്തയിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. ഭാസ്കരൻ ചേട്ടൻ അല്പനേരം അവനെ നോക്കി നിന്ന ശേഷം തിരിഞ്ഞ് താഴെ കിടന്ന ഹോസ് എടുത്ത് വീണ്ടും ചെടികൾ നനക്കാൻ തുടങ്ങി. ബംഗ്ലാവിനകത്തേക്ക് കയറിയ വിജയ് ഡൈനിങ് ഹാളിൽ നിന്നും അദ്രികയുടെയും ശിവയുടെയും സംസാരം കേട്ട് ഹാളിൽ നിന്നും അങ്ങോട്ടേക്ക് നടന്നു. ഗുഡ് മോർണിംഗ്. അവന്റെ ശബ്ദം കേട്ട് അവർ ഇരുവരും മുഖമുയർത്തി നോക്കി. ഗുഡ് മോർണിംഗ് വിജയ്. അവനെ കണ്ട് അദ്രിക തിരിച്ച് വിഷ് ചെയ്തപ്പോൾ ശിവ ഒന്നും മിണ്ടാതെ മുഖവും കുനിച്ച് ഭക്ഷണം കഴിക്കൽ തുടർന്നു. ശിവ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? അവനെ ഫേസ് ചെയ്യാൻ അല്പം മടിയുള്ളതുപോലെ ഭക്ഷണപാത്രത്തിലേക്ക് തലയും കുമ്പിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ശിവയോടവൻ ചോദിച്ചു. ഇല്ല, നല്ല സുഖം തോന്നുന്നില്ല. മുഖമുയർത്താതെ തന്നെ അവൾ മറുപടി പറഞ്ഞു. അത് സാരമില്ല, റെഡിയാക്ക്. നമുക്കേ മുത്തച്ഛൻ പറഞ്ഞ ചാക്കോയെ ഒന്ന് കാണണം. ശരി. ശിവ മറുത്തൊന്നും പറയാതെ സമ്മതിച്ചത് കണ്ട് തെല്ലൊരത്ഭുതത്തോടെ അദ്രിക വിജയനെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണുകൾ ചെമ്മി ഒന്നുമില്ലെന്ന് കാണിച്ചു. ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകി ശിവ മുകളിലേക്ക് പോയതും അദ്രി വിജയന് നേരെ തിരിഞ്ഞു. ഇതെന്നാ പറ്റിയവൾക്ക്? വിജയ് പോകാമെന്ന് പറഞ്ഞപ്പോ അവൾ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. സാധാരണഗതിയിലൊന്ന് തീരുമാനിച്ച പിന്നെ ശിവകാമിയ, ആര് പറഞ്ഞാലും മാറ്റില്ല. ഓ, അത് സമയം കിട്ടിയപ്പോ ഇടയ്ക്ക് ഞാൻ നന്നായിട്ടൊന്ന് ഉപദേശിച്ചായിരുന്നു, അതിന്റെ ഗുണമാ. എന്തായാലും നന്നായി. അവൾ പഴയതുപോലെ മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുമോ എന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. അതിനല്ലേ നമ്മളൊക്കെ ഇവിടെ ഉള്ളത്, ഡോണ്ട് വറി. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ശിവ ഡ്രസ്സ് മാറി താഴേക്കെത്തി. നമുക്ക് ബുള്ളറ്റിൽ പോകാലോ അല്ലേ? അവന്റെ ചോദ്യത്തിന് മറുപടിയായി തലയാട്ടുന്ന ശിവയെ കണ്ടതും അദ്രികയുടെ മുഖത്ത് വീണ്ടും അത്ഭുതം നിറഞ്ഞു. പോർച്ചിലേക്ക് ഇറങ്ങിയതും ശിവ നീട്ടിയ താക്കോൽ വാങ്ങി വിജയ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. പോർച്ചിൽ നിന്നും ഇറക്കിയ ബുള്ളറ്റിന് പിറകിൽ വിജയിനെ വട്ടം പിടിച്ചിരുന്ന് ശിവ പോകുന്നത് നോക്കി നിന്ന അദ്രികയുടെ മുഖം അല്പമൊന്നു മങ്ങി. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആദ്യം ഇൻസ്പെക്ടർ ബിനുവെ കണ്ട് സംസാരിച്ചതിന് ശേഷം അവർ ചാക്കോയുടെ അടുത്തേക്കെത്തി. ഹലോ സാർ, ഞാൻ വിജയ്. ഇത് ശിവ, ഇല്ലിത്താഴത്തെ. അറിയാം, മാഡം ഹോസ്പിറ്റലായിരുന്നപ്പോ ഞാൻ വന്നിരുന്നു. ഇരിക്കും. മുന്നിലുള്ള കസേരയിലേക്ക് ചൂണ്ടി ചാക്കോ പറഞ്ഞു. സാർ തിരക്കിലാണോ? വിജയ് ചോദിച്ചു. അല്പം തിരക്കില്ല. കഴിഞ്ഞ ദിവസം ആ കരിങ്ങനാട്ട് കാവിൽ നിന്നും വലിയ മറ്റത്തേക്കുള്ള വഴിയിൽ പഴയൊരു ഗോഡൌണിൽ വെച്ചൊരു മർഡർ നടന്നിട്ടുണ്ട്. വൺ ഹെൻറി. അവൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു തലവേദനയായിരുന്നു, ഇപ്പോ മരിച്ചു കഴിഞ്ഞു. അത് തന്നെ. ചാക്കോ പറഞ്ഞത് കേട്ട് ശിവ വിജയിനെ നോക്കി. എന്നാൽ അവൻ യാതൊരു ഭാവമാറ്റവും കൂടാതെ ചാക്കോ പറയുന്നതും ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആരാ കൊന്നതെന്നറിഞ്ഞു സാർ? ഇല്ല, അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. CI ഫസൽ സാറിന് അതിന്റെ ചാർജ്. അന്ന് ആ ഇല്ലിത്താഴ്ത്ത് കയറി ആക്രമണം നടത്തിയവരിൽ പിടികിട്ടായിരുന്ന നമ്മുടെ വിൽഫ്രഡും ബാക്കിയുള്ളവരും ആ ഗോഡൌണിൽ തന്നെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഏതോ പണി അറിയാവുന്ന പിള്ളേർ കൊടുത്ത പണിയാന്നേ. ഇവന്മാരുടെയൊക്കെ കാര്യമായതുകൊണ്ട് ആരെ വേണമെങ്കിലും സംശയിക്കാം. അതിനും മാത്രം ശത്രുക്കളുണ്ട്. സാർ, ഇല്ലിത്താഴ്ത്ത് ആക്രമണം നടത്തിയതില് ആ കേണലിൽ എന്തെങ്കിലും പങ്കുള്ളതായിട്ട് തെളിഞ്ഞോ? എനിക്ക് തോന്നുന്നില്ല പുള്ളിയാണതിന് പിന്നിലെന്ന്. എന്തായാലും പുള്ളിയുടെ പേരിൽ അവന്മാർക്ക് അയച്ച ആ ഇമെയിലിനെ കേന്ദ്രീകരിച്ച ഇപ്പൊ അന്വേഷണം നടക്കുന്നത്. അത് ജിമെയിലിൽ നിന്നും അയച്ചിരിക്കുന്ന മെയിൽ ആയതുകൊണ്ടേ അയച്ച ഫോണിന്റെ IP അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും MICR കോഡ് എടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഹൈലി പ്രൊഫഷണലായ ഒരാളെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്.
അത് കിട്ടിയാൽ ആ ഫോണിന്റെ മോഡൽ ഏതാണെന്ന് അറിയാൻ കഴിയും. അത് മാത്രമല്ല എവിടെ നിന്ന് ആ മൊബൈൽ വാങ്ങിയിരിക്കുന്നത് എന്നാവും. അങ്ങനെ മെയിലിൽ നിന്നൊക്കെ IP അഡ്രസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ജിമെയിൽ ആയതുകൊണ്ട് കഴിയും. ഏതെങ്കിലും ഡ്രോപ്പ് മെയിൽ ആയിരുന്നെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. ഇത് പക്ഷേ ആദിബുദ്ധി കാണിച്ച് ജിമെയിലിൽ നിന്ന് തന്നെ അയച്ചിരിക്കുകയാണ്. കാരണം ഡ്രോപ്പ് മെയിൽ സാധാരണ ഉപയോഗിക്കുന്നത് അനോണിമസ് മെയിലുകൾ അയക്കാനാ. അങ്ങനെ ഒരു മെയിൽ കേണലിന്റെ പേരിൽ അയച്ചിരുന്നെങ്കിൽ മനഃപൂർവ്വം കേണലിന് കൊടുക്കാനാണെന്ന് നമ്മൾ സംശയിക്കാൻ സാധ്യതയുണ്ടെന്നതുകൊണ്ടാണ് ജിമെയിലിൽ തന്നെ കേണലിന്റെ പേരിൽ ഒരു മെയിൽ ID ഉണ്ടാക്കിയിട്ട് അയച്ചിരിക്കുന്നത്. നല്ലൊരു ഹാക്കർക്ക് മെയിലിലെ IP അഡ്രസ്സിൽ നിന്നും അത് അയച്ച മൊബൈലിന്റെ MICR കോഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന കാര്യം പലർക്കും അറിയില്ല. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ കേണലിന്റെ ജാമ്യത്തിനെടുക്കാൻ സാധിക്കില്ലേ? പുള്ളിയെ നിങ്ങൾക്ക് ജാമ്യത്തിനെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഫോർമേഷൻസ് വെച്ച് ശ്രമിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാല് ഈ കേസിൽ മാഡത്തിനെതിരായി വന്നിട്ടുള്ള എല്ലാ കൊട്ടേഷൻസിലും ഒരു കോമൺ ഫാക്ടർ ഉള്ളത് ഏത് ഫോണിൽ നിന്നാണ് ഈ മെസ്സേജുകളെല്ലാം വന്നിട്ടുള്ളത് ആ ഫോണുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ തേക്കടിയിൽ വെച്ച് ആക്രമിച്ച കേസിലും അത് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അന്ന് ശിവയുടെ പാരന്റ്സിന്റെ മരണത്തിന് പിന്നിലും എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് വിനു സാർ മുത്തച്ഛനോട് പറഞ്ഞിരുന്നു. അതിന്റെ അന്വേഷണം വലുതായോ? ആ കാര്യത്തിലും ഇതേ മെത്തേഡ് തന്നെയാ അവന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. അന്ന് ആ ട്രക്ക് ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് കിട്ടിയ കാശിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അതിലും കേണലിനെ പ്രതിയാക്കാനായി ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷെ പുള്ളിയുടെ പേരിൽ മറ്റാരോ ഒരു അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിൽ നിന്നുമാണ് കാശ് ആ ഡ്രൈവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കേണലിന്റെ ആ ഫേക്ക് അക്കൗണ്ടിലേക്ക് വന്ന കാശിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിൽ കുറെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കി കൂടിയായാൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയണ്ട. കാരണം ആരാണ് ഇതിന് പിന്നിലെങ്കിലും അവരുടെ നെറ്റ്വർക്ക് വലുതാ. സോ ബി കെയർഫുൾ. മാഡത്തിന്റെ സെക്യൂരിറ്റി മിസ്റ്റർ വിജയന്റെ കയ്യിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? നത്തിങ് സാർ, താങ്ക് യു. സാറിന്റെ നമ്പർ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമല്ലോ. ചാക്കോ പറഞ്ഞു കൊടുത്ത മൊബൈൽ നമ്പർ തന്റെ മൊബൈലിൽ സേവ് ചെയ്തതിന് ശേഷം വിജയ് എഴുന്നേറ്റു. ശരി സാർ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. കസേരയിൽ നിന്നും എഴുന്നേറ്റ് ചാക്കോയ്ക്ക് ഷേക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് വിജയ് പറഞ്ഞു. ഓക്കെ, ആൻഡ് യു ബി സേഫ് മാഡം. ചാക്കോ പറഞ്ഞത് കേട്ട് പുഞ്ചിരിയോടെ തല കുലുക്കിക്കൊണ്ട് ശിവ വിജയനൊപ്പം പുറത്തേക്ക് നടന്നു. കിങ്സ് ബേക്കറി ആൻഡ് കേക്ക് ഷോപ്പിന്റെ മുന്നിൽ ബുള്ളറ്റ് നിർത്തിയത് കണ്ട് ശിവ ആകാംക്ഷയോടെ വിജയനെ നോക്കി. എന്നതാ ഇവിടെ? വാ, കുറച്ച് കള്ളു കുടിച്ചിട്ട് പോകാം, ഇറങ്ങ്. കള്ളോ? കണ്ണ് മിഴിച്ചുള്ള അവളുടെ ആ ചോദ്യം കേട്ട് അവൻ സൈഡ് മിററിൽ കൂടി അവളെ നോക്കി. എന്റെ പൊന്നു കൊച്ചെ, ഒരു ജ്യൂസ് കുടിക്കാനാ. ഓ അത് ശരി. ബുള്ളറ്റിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് അവൾ ചിരിച്ചു. വാ. ബുള്ളറ്റ് സൈഡ് സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം അവളെയും വിളിച്ച് അവൻ ബേക്കറിക്ക് അകത്തേക്ക് നടന്നു. ഇരിക്കി, എന്താ വേണ്ടത്? അകത്ത് കയറി ഒരു കോർണറിലെ ടേബിളിന് ഇരുവശവുമായി ഇട്ടിരുന്ന ചെയറിലേക്ക് ഇരുന്നതിന് ശേഷം അവൻ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. മോനെ, 2 ഗ്രേപ്പ് ജ്യൂസ്. അവൾ പറഞ്ഞത് കാര്യമാക്കാതെ അവൻ അടുത്തേക്ക് വന്ന പയ്യനോട് പറഞ്ഞു. ഇനി പറയ്, എന്താ പ്രശ്നം? ജ്യൂസ് എടുക്കുന്നതിന് വേണ്ടി ആ പയ്യൻ പോയി കഴിഞ്ഞതും വിജയ് ശിവയോട് ചോദിച്ചു. എന്ത് പ്രശ്നം? പിന്നെ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലെന്നും പറഞ്ഞ് ചടഞ്ഞുകൂടി ഇരുന്ന് എന്തിനാ? അല്ലെങ്കിൽ 365 ദിവസവും ഓഫീസിൽ പോകുന്ന ആളാ. പറയ്, എന്നാ പറ്റി? അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ തല താഴ്ത്തുകയാണ് അവൾ ചെയ്തത്. ഏയ് ശിവ, ഇന്നലെ ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും തനിക്ക് മനസ്സിലായില്ലേ? ടേബിളിൽ വെച്ചിരുന്ന അവളുടെ കൈക്ക് മുകളിലേക്ക് തന്റെ കൈ വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ശിവുട്ട. തല ഉയർത്താതിരുന്ന അവളെ നോക്കി അവൻ വിളിച്ചത് കേട്ട് ഒരു ഞെട്ടലോടെ ഈറനണിഞ്ഞ മിഴികൾ ഉയർത്തി അവൾ അവനെ നോക്കി. എന്നതാ വിളിച്ചത്? പിടയ്ക്കുന്ന മിഴികളോടെ ചിലമ്പിച്ച ശബ്ദത്തിൽ അവൾ ചോദിച്ചു. ശിവൂട്ട എന്ന്. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ചുണ്ടിൽ ഒളിപ്പിച്ച കുസൃതി ചിരിയോടെ അവൻ മറു ചോദ്യം ഉന്നയിച്ചു. എങ്ങനെ അറിയാ പേര്? കൈക്ക് മുകളിൽ വിശ്രമിച്ചിരുന്ന അവന്റെ കൈയിലേക്ക് മറ്റേ കൈ കൂടി ചേർത്തുകൊണ്ട് അവൾ ചോദിച്ചു. അച്ഛൻ വിളിച്ചിരുന്ന പേരാണല്ലേ? പറയ്, എങ്ങനെ അറിഞ്ഞു? ഇന്നലെ രാത്രി ഇയാളെ തിരികെ റൂമിൽ കൊണ്ടുപോയി ആക്കിയില്ലേ? അപ്പോ ആ മേശപ്പുറത്ത് തുറന്നു വെച്ചിരുന്ന ആ ഡയറിയിൽ കണ്ടതാ. നിറഞ്ഞ വാത്സല്യത്തോടെ അവളെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോ എഴുതി വെച്ച ഡയറി ആയിരുന്നു അത്. അവരോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ എഴുതി വെച്ച ആ വരികളിലൂടെ കണ്ടുപിടിച്ചപ്പോ എന്തോ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോകണമെന്ന് തോന്നി. അതാ ഞാൻ. പറഞ്ഞു വന്നത് നിർത്തിയിട്ട് അവൾ ശ്വാസം ഒന്ന് ഉള്ളിലേക്കെടുത്തു.
അടക്കിപ്പിടിച്ച തേങ്ങലിൽ അവളുടെ ചുണ്ടുകൾ വിറപൂണ്ടത് കണ്ട് വിജയ് തന്റെ കസേര എടുത്ത് അവളുടെ അടുത്തേക്ക് ഇട്ട ശേഷം തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്തു പിടിച്ചു. ഒരാശ്വാസത്തിനെന്നതുപോലെ അവൾ വിജയിന്റെ തോളിലേക്ക് തല ചായ്ച്ചു. ജ്യൂസുമായി എത്തിയ പയ്യൻ അവരുടെ ആ ഇരിപ്പ് കണ്ട് ഒരു കുസൃതി ചിരിയോടെ ജ്യൂസുകൾ ടേബിളിലേക്ക് വെച്ചിട്ട് മടങ്ങിപ്പോയി. കുടിക്ക്. ഒരു ഗ്ലാസ് അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചിട്ട് വിജയ് പറഞ്ഞു, എനിക്ക് വേണ്ട. കുടിക്ക് പെണ്ണേ. അവളുടെ മുന്നിലേക്ക് ഗ്ലാസ് അല്പം കൂടി നീക്കിയിട്ട് അവൻ വീണ്ടും പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ വാത്സല്യം നിറഞ്ഞ ആ ആജ്ഞാശക്തിക്ക് മുന്നിൽ പിന്നീട് മറുത്തൊന്നും പറയാതെ അവൾ സ്ട്രോ ചുണ്ടിലേക്ക് ചേർത്തു. അന്ന് വൈകുന്നേരം ബംഗ്ലാവിന്റെ മുറ്റത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് ഔട്ട് ഹൗസിൽ നിന്നും വിജയും അമലും പുറത്തേക്കിറങ്ങി നോക്കിയത്. കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയ മേഘയെ കണ്ട് അമലിന്റെ മുഖം തെളിഞ്ഞു. പുറകെ ഡോക്ടർ ശില്പയും പ്രായമായ ഒരു സ്ത്രീയും ഇറങ്ങിയത് കണ്ട് അവർ ബംഗ്ലാവിന് നേർക്ക് നടന്നു. കാറിൽ നിന്നും ഇറങ്ങിയ മേഘ ഔട്ട് ഹൗസിന് നേർക്ക് നോക്കിയതും അവിടെ നിന്നും നടന്നു വരുന്ന അമലിനെയും വിജയനെയും കണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു. എന്താ മോളെ ഈ വഴിക്ക്? അവരുടെ അടുത്തേക്ക് നടന്നെത്തിയ വിജയ് ചോദിച്ചു. ഏട്ടാ, ഇതാ കേണലങ്കിളിന്റെ അമ്മ പുഷ്പലത. അടുത്തു നിന്നിരുന്ന പ്രായമായ ആ സ്ത്രീയെ മേഘ പരിചയപ്പെടുത്തി. അമ്മ, ഇതാ ഞാൻ പറയാറുള്ള വിജയേട്ടൻ. പിന്നെ ഇത് ഏട്ടന്റെ സുഹൃത്ത് അമൽ. അവൾ പരിചയപ്പെടുത്തിയപ്പോൾ അവർ വിജയനെയും അമലിനെയും നോക്കി തൊഴുതു. അമ്മയ്ക്ക് ശിവയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതിനാ ഞങ്ങൾ വന്നത്. അതിനെന്താ, അവരകത്തുണ്ട്. വരൂ വരൂ ഡോക്ടർ. അവരോടും ഡോക്ടർ ശില്പയോടുമായിട്ട് വിജയ് പറഞ്ഞു. അവരകത്തേക്ക് കടന്നപ്പോൾ തന്നെ പുറത്തു നിന്നുമുള്ള ശബ്ദം കേട്ട് ശിവയും അദ്രികയും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. മേഘയെയും ഡോക്ടർ ശില്പയെയും കണ്ട് ചിരിച്ച അവർ കേണലിന്റെ അമ്മയെ കണ്ട് ഒന്ന് സംശയിച്ചു നിന്നു. ഇത് ഗണേഷിന്റെ അമ്മയാ. വിജയ് പറഞ്ഞത് കേട്ട് അവർ സന്തോഷത്തോടെ മുന്നോട്ട് വന്ന് പുഷ്പലതയുടെ കൈകളിൽ പിടിച്ചു. വരൂ വല്യമ്മേ. സന്തോഷത്തോടെ ശിവ വിളിച്ചത് കേട്ട് പുഷ്പലതയുടെ മുഖത്തും ഒരു ചിരി ഉണർന്നു. അകത്ത് കസേരയിലേക്ക് ഇരുന്നതിന് ശേഷം അല്പം ഒരു പരിഭ്രമത്തോടെ ചുറ്റിനും നോക്കി അവരുടെ ഇരുവശത്തേക്കും ഇരുന്നിട്ട് ശിവയും അദ്രികയും അവരെ ചേർത്തു പിടിച്ചു. പറയ്, വല്യമ്മ ഞങ്ങളെ കാണാൻ വന്നതാണോ? ശിവ ചോദിച്ചു. അതെ മോളെ, കുട്ടന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. ഗണേഷിനെ ഞാൻ വിളിക്കുന്ന പേരാണ് കേട്ടോ കുട്ടനെന്ന്. കുട്ടനെന്ന പേര് കേട്ട് പുരികമുയർത്തി തന്നെ നോക്കിയ ശിവയെ അവർ പറഞ്ഞു മനസ്സിലാക്കി. ഗണേഷേട്ടന് ജാമ്യം കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, വല്യമ്മ വിഷമിക്കണ്ട കേട്ടോ. അവരുടെ ഇരു കവിളുകളിലും കൈകൾ വെച്ചിട്ട് അദ്രിക സ്നേഹത്തോടെ പറഞ്ഞു. പറയാനായി വേറെ ആരുമില്ലേ, അതാ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ. എന്നതിന് അങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, വല്യമ്മ ധൈര്യമായിട്ടിരിക്കേ. ശിവ പറയുന്നത് കേട്ട് തല കുലുക്കിക്കൊണ്ട് അദ്രിക അവരെ ഒന്നുകൂടി ചേർത്തു പിടിച്ചു. ഏണലിനെ പുറത്തിറക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ട. വിജയും അവരെ ആശ്വസിപ്പിച്ചു. അന്ന് തറവാട്ടി കയറി അച്ഛനെയും പ്രമോദിനെയും ഒക്കെ ആക്രമിച്ചതിന് പിന്നില് അവനാണെന്ന് മക്കള് സംശയിക്കുന്നുണ്ടോ? തന്റെ ഇരുവശത്തുമായിരിക്കുകയായിരുന്ന ശിവയോടും അദ്രികയോടുമായി പുഷ്പലത ചോദിച്ചത് കേട്ട് അവരിരുവരും വിലങ്ങനെ തലയാട്ടി. ഇവിടത്തെ സ്വത്തിലൊന്നും എനിക്കോ അവനോ ഒരു താല്പര്യവും ഇല്ല. വല്യമ്മ എന്തിനാ അതൊക്കെ പറയുന്നേ? വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് വിഷമിക്കാതെ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പക്ഷെ ഗണേശേട്ടൻ ഞങ്ങളുടെ ഏട്ടന്റെ സ്ഥാനത്ത് തന്നെയാ, കുടുംബത്തിലെ വലിയേട്ടന്റെ സ്ഥാനം. മുത്തച്ഛനും ഗണേശേട്ടനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ തന്നെയാ ശ്രമിക്കുന്നേ. അദ്രിക പറഞ്ഞത് കേട്ട് അവർ തലയാട്ടി. മതി, അത് മതി, സന്തോഷമായി. എന്നാ നമുക്ക് പോകാം മക്കളെ. എതിരെ ഇരിക്കുകയായിരുന്ന മേഘയെയും ശില്പയെയും നോക്കി അവർ പറഞ്ഞു. എന്നാൽ അമലിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന മേഘ അത് കേട്ടില്ല. ഡി, അമ്മ ചോദിച്ചത് കേട്ടില്ലേ, പോകാന്ന്. മുട്ടുകൈ കൊണ്ട് അവളുടെ സൈഡിൽ മെല്ലെ കുത്തിയിട്ട് ശില്പ ചോദിച്ചത് കേട്ട് മേഘ ഞെട്ടിത്തിരിഞ്ഞു. ഓ, പോകാം പോകാം. ചെറിയൊരു ചമ്മലോടെ ചിരിച്ചുകൊണ്ട് മേഘ സമ്മതിച്ചു. ഏയ്, ഇനി ഊണ് കഴിച്ചിട്ട് പോകാം, വല്യമ്മ ആദ്യമായിട്ട് ഇവിടെ വന്നതല്ലേ. ശിവ ചാടി പറഞ്ഞു. അതൊന്നും വേണ്ട മോളെ. മാത്രമല്ല മേഘ മോൾക്ക് എന്തൊക്കെയോ വാങ്ങാനും ഒക്കെ ഉണ്ട്. എന്നെ തിരികെ വീട്ടിലാക്കിയിട്ട് വേണം അവർക്ക് പോകാൻ. അതിനെന്നേ, അതൊക്കെ ഭക്ഷണം കഴിഞ്ഞാലും ചെയ്യാലോ. എന്ത് തന്നെയായാലും നിങ്ങൾ ഇനി ഭക്ഷണം കഴിച്ചിട്ടേ ഇവിടുന്ന് പോകും. രണ്ട് ഗാർഡ്സായിരിക്കുന്നേ, ഞങ്ങൾ വിട്ടാലും അവര് വിടില്ല. അതെ അതെ, അദ്രിക പറഞ്ഞത് വിജയ് ചിരിച്ചുകൊണ്ട് ശരിവെച്ചു.
ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം അല്പസമയം കൂടി സംസാരിച്ചിരുന്നിട്ട് അവർ പോകുവാനായി എഴുന്നേറ്റു. അല്ല, ഡോക്ടർക്ക് എന്തോ പർച്ചേസൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ മേഘയോട് അമൽ ചോദിച്ചു. അതെ, അമ്മയെ തിരികെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വേണം പോകാൻ. എനിക്കൊന്ന് ടൗൺ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വേണ്ടേല് ഡോക്ടറെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അമ്മയെ ശില്പ ഡോക്ടർ കൊണ്ടുപോയിക്കോളൂല്ലോ. അമൽ പറഞ്ഞത് കേട്ട് വിജയ് അവനെ സൂക്ഷിച്ചൊന്ന് നോക്കി. നിനക്ക് ടൗണിലെന്താ ആവശ്യം? വിജയിന്റെ ചോദ്യം കേട്ട് അമൽ അവിടെ നിന്നും താളം ചവിട്ടാൻ തുടങ്ങി. അവന്റെ വെപ്രാളം കണ്ട് ബാക്കിയുള്ളവർ ചിരി കടിച്ചമർത്തുന്നതിനിടയിൽ വിജയ് അവനെ പിടിച്ചു വലിച്ച് മാറ്റി നിർത്തി. പറയടാ, നിനക്ക് ടൗണിൽ പോയിട്ട് എന്താ അത്യാവശ്യം? അത് പിന്നെ എനിക്ക് ഒരാളെ കാണാനുണ്ട്. ആരെ? കേസിന്റെ ആവശ്യത്തിനേ ഒരാളെ കാണാൻ. ഓ, നീയപ്പോ ഒറ്റയ്ക്ക് കേസ് അന്വേഷിക്കാൻ തുടങ്ങിയോ? അതെ, നീ ഇന്ന് കാലത്തെ ശിവയെയും കൂട്ടി കൊണ്ടുപോയി കേസ് അന്വേഷിച്ചില്ലേ? അതുപോലെ ഞാനൊന്നും അന്വേഷിക്കട്ടെ വിജയ. എടാ ദാസ, ഇതൊരു കാര്യം പറഞ്ഞേക്കാം. അവൾ എന്റെ അനിയത്തിയാ. ചുമ്മാ അവളുടെ പുറകെ മണത്ത് നടക്കാനാണെങ്കിൽ ചങ്കാണെന്നും ഞാൻ നോക്കില്ല, കേട്ടിത്തരി ഞാൻ. ഓ, നീ വലിയ മറ്റോടത്തെ ഇൻസ്പെക്ടറും നമ്മൾ വരും കോൺസ്റ്റബിളും എന്നാ നിന്റെ വിചാരല്ലേടാ? എടാ ദാസ, അതേ ഒരുമാതിരി ഊള ഡയലോഗ് കൊണ്ട് സെന്റി അടിക്കല്ലേ, പരമ പോറാ. ഹലോ, എന്താ രണ്ടും കൂടി ഇത്ര വലിയ ചർച്ച? മേഘ ചേച്ചി വെയിറ്റ് ചെയ്യാ കേട്ടോ. അദ്രി വിളിച്ചു പറഞ്ഞത് കേട്ട് വിജയനെ നോക്കി ഒരിക്കൽ കൂടി ഒന്ന് ഇളിച്ചു കാണിച്ചിട്ട് അമൽ മേഘയുടെ അടുത്തേക്ക് ചെന്നു. എന്നാ നമുക്ക് പോകാം. മേഘയെ നോക്കി അവൻ ചോദിച്ചു. എങ്ങനെയാ നിങ്ങൾ പോകുന്നേ? വിജയ് അവരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു. ബൈക്കില്, അതുപോലെ പറഞ്ഞിട്ട് അവൻ മേഘയെ നോക്കി. അവൾ തലയും കുലുക്കി. വേണ്ട, ബൈക്കിന് പോവാൻ നീ ആവട്ടെ. തൽക്കാലം ഇവിടുത്തെ വണ്ടി എടുത്തോണ്ട് പോയാൽ മതി. മതിയല്ലേ? വിജയ് പറഞ്ഞത് കേട്ട് അമൽ വീണ്ടും മേഘയോട് ചോദിച്ചു. പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചിട്ട് അവൾ അതിനും തലയാട്ടി. തുടരും. വില്ലു അദ്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.